വൈ പേർലി മാണി ഡിസേർവ്സ് ക്രിറ്റിസിസം? എന്തുകൊണ്ടായിരിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മാസങ്ങളോളം അല്ലെ വർഷങ്ങളോളം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടാണ്. സ്ലീപ്ലെസ് നൈറ്റ്സ്, സ്കിപ്പിംഗ് ഫാമിലി ഫങ്ഷൻസ്, ഇൻവെസ്റ്റിംഗ് ടൈം ആൻഡ് മണി. പല പാരന്റ്സും കടം വാങ്ങി കുട്ടികളെ കോച്ചിങ്ങിന് അയക്കുന്നുണ്ട്. സഡൻലി വി ആർ ഹിയറിംഗ് ദാറ്റ് എക്സാം മേ ഹാവ് ബീൻ എഫക്റ്റഡ് ബൈ ഇറഗുലാരിറ്റീസ്. ദാറ്റ്സ് ഇനഫ് ടു ആസ് ഹൂസ് റെസ്പോൺസിബിൾ. അവർ സ്ട്രീറ്റിലോട്ട് ഇറങ്ങിയത് അവർക്ക് നീതി വേണ്ടിയിട്ടാണ്. അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം വേണം. അവര് ക്രിമിനൽസ് അല്ല, അവര് ടെററിസ്റ്റും അല്ല. പക്ഷെ അവർക്ക് തിരിച്ചെന്താ കിട്ടിയത്? ദേ വർ ബ്രൂട്ടലി അറ്റാക്ട്. പേർലി മാണി എന്താ പറഞ്ഞത്? ഇഫ് യുവർ ലൈഫ് ഈസ് ഇൻ റിസ്ക്, ഗോ ബാക്ക് ഹോം. അങ്ങനെ അവര് വീട്ടിലോട്ട് തിരിച്ചു പോയാല് അവർക്ക് വേണ്ടി ആരാ ശബ്ദമുയർത്തുക? അവര് ഫ്യൂച്ചർ ഡേഞ്ചറിലാണ്. അവര് തെരുവിലിരുന്നാലും മിണ്ടാതിരുന്നാലും അവരെ സ്വപ്നങ്ങളും ഫ്യൂച്ചറും ഇപ്പൊ ഒരു ചോദ്യചിഹ്നമായി കിടക്കുകയാണ്. ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കാനാണോ പറയുന്നത്? ജെൻസീസിന് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ അവകാശം അവര് നേടിയെടുക്കും. അല്ലാതെ മിണ്ടാതെ വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ അവരിയ്ക്കാൻ പോകുന്നില്ല. അവരോട് ആരാണോ അനീതി കാണിക്കുന്നത് അവരെയാണ് ചോദ്യം ചെയ്യേണ്ടത്. അല്ലാതെ നീതിക്ക് വേണ്ടി തെരുവിലോട്ട് ഇറങ്ങിയവരെ വീട്ടിലോട്ട് അയക്കാൻ നോക്കിയിട്ട് കാര്യമില്ല.